ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT കസ്റ്റഡിയിലെടുത്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബ്ബിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ക്രൈംബ്രാഞ്ച് SP S ശശിധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. പ്രശാന്ത് കൃഷ്ണവിവരങ്ങളുമായി ഒപ്പം കൊല്ലം പോലീസ് ക്ലബ്ബിൽ നിന്ന് കണ്ണൻ നായരുമുണ്ട്. ആദ്യം പോലീസ് ക്ലബ്ബിലേക്ക് കണ്ണൻ നായരിലേക്ക്. കണ്ണൻ, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം SIT സംഘം ചോദ്യം ചെയ്യുകയാണ്. ശശിധരന്റെ നേതൃത്വത്തിലാണ് SIT സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ. ഏതൊക്കെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്? നേരത്തെയും പ്രശാന്ത് മൊഴി രേഖപ്പെടുത്തിയതാണല്ലോ. അപ്പോൾ ആ മൊഴികൾ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു കസ്റ്റഡിയിലേക്കാണല്ലോ ഇപ്പോൾ പോയിരിക്കുന്നത്. അപ്പോൾ ഇനി സ്വാഭാവികമായും അടുത്ത ഘട്ടമെന്നത് അറസ്റ്റാണ്. തീർച്ചയായിട്ടും അടുത്ത ഘട്ടം എന്നത് അറസ്റ്റാണ്. അറസ്റ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും പ്രശാന്തിനെ കൊല്ലത്തേക്ക് കൊണ്ടുവരുമായിരുന്നില്ല. ഈ കേസ് പരിഗണിക്കുന്ന കോടതി ഉള്ളത് കൊല്ലത്താണ്. അതുകൊണ്ടാണ് ഈ പ്രശാന്തിനെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷം നേരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും. അതിനുശേഷമായിരിക്കും അജികുമാറിനെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. അജികുമാർ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. ദേവസ്വം ബോർഡ് മെമ്പർ അജികുമാറിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അജികുമാർ ഇപ്പോൾ കൊല്ലം പോലീസ് ക്ലബ്ബിലേക്ക് എത്തിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ മെമ്പറായിട്ടുള്ള അജികുമാർ, ഈ രണ്ട് ആൾക്കാരാണ് അജികുമാറിനെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അജികുമാറിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ കൊല്ലം പോലീസ് ക്ലബ്ബിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. ഇപ്പോൾ രണ്ടുപേർ, അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്ത്, ആ സമയത്ത് ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന അജികുമാർ, ഈ രണ്ടുപേരെ ഇപ്പോൾ പോലീസ് ക്രൈംബ്രാഞ്ച് പുതിയ വാർത്തയാണ് കണ്ണൻ നായർ റിപ്പോർട്ട് ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് മായി ബന്ധപ്പെട്ട ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ രണ്ടാമത്തെ അറസ്റ്റിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ PS പ്രശാന്തിനെ കസ്റ്റഡിയെടുത്തു. തുടർന്ന് രണ്ടാമതൊരു കസ്റ്റഡി കൂടി ഉണ്ടാകുന്നു. അപ്പോൾ രണ്ട് അറസ്റ്റ് ഇന്നുണ്ടാകും എന്നത് വ്യക്തമാവുകയാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ കസ്റ്റഡിയെടുത്ത് അറസ്റ്റ് നടപടികളിൽ കടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ രണ്ടാമതൊരാളെ കൂടി, അജികുമാറിനെ കൂടി, ആ ദേവസ്വം ബോർഡിന്റെ കാലയളവിൽ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെ കൂടി ഇപ്പോൾ SIT കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ മറ്റൊരു അംഗം കൂടി ഉണ്ടല്ലോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റും രണ്ടംഗങ്ങളുമായിരുന്നല്ലോ. അപ്പോൾ സന്തോഷ് കുമാറിന്റെ കസ്റ്റഡിയും ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. എന്താണ് സംഭവിക്കുന്നത് കണ്ണൻ? പക്ഷേ സന്തോഷ് കുമാറിന്റെ കസ്റ്റഡി ഉണ്ടാകുമോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഈ സംഭവം നടക്കുന്ന സമയത്ത് സന്തോഷ് കുമാറിന്റെ ആ ഒരു കാലഘട്ടത്തിൽ സന്തോഷ് കുമാർ അവിടെ ഉണ്ടായിരുന്നില്ല. മറ്റ് ഒരു അംഗത്തിന്റെ ഒഴിവായിരുന്നു ഉണ്ടായിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്തോഷ് കുമാറിന്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും എടുത്തു പറയാൻ സാധിക്കുന്നത് ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള അജികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. SIT കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു അദ്ദേഹമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ യാത്രാമധ്യേ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ക്ലബ്ബിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് കോൾ വെയിറ്റിംഗ് ആയിരുന്നു. പിന്നീട് പലകുറി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ സാധിക്കുന്ന, എക്സ്ക്ലൂസീവായി പറയാൻ സാധിക്കുന്ന ദൃശ്യങ്ങൾ, എക്സ്ക്ലൂസീവായിട്ടുള്ള ദൃശ്യങ്ങൾ അടക്കം നമുക്ക് കാട്ടിക്കൊണ്ട് പറയാൻ സാധിക്കുന്നു. ഇപ്പോൾ അജികുമാർ പോലീസിന്റെ SIT-യുടെ കസ്റ്റഡിയിലായിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. 2025 ചിങ്ങമാസ പൂജകളുടെ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു സ്വർണ്ണക്കൊള്ളയുടെ ആദ്യ ഒരു സംഭവം പുറത്തു വരുന്നത്. അത് എന്ന് പറയുന്നത് ഈ 2025 ചിങ്ങമാസ പൂജ നടക്കുന്ന സമയത്ത് സ്വർണ്ണപ്പാളികളിൽ മങ്ങലുണ്ട് എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡിന്റെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികളോ മറ്റോ വീണ്ടും സ്വർണ്ണം പൂശാൻ കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള ജഡ്ജ്, സ്പെഷ്യൽ കമ്മീഷണറായിട്ടുള്ള വ്യക്തിയെ അറിയിച്ച് അത് കൃത്യമായി ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ചിനെ അറിയിച്ച ശേഷം ദേവസ്വം ബോർഡ് ബെഞ്ചിന്റെ അനുമതിയോടുകൂടി മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുക. എന്നാൽ ദേവസ്വം ബോർഡ് ബെഞ്ചിന്റെ അനുമതിയില്ലാതെ, സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ ഈ സ്വർണ്ണപ്പാളികൾ നേരെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ ലിസ്റ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അത് ഒരു കൃത്യമായിട്ടുള്ള അഴിമതിയാണ് എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ. ആ സ്പെഷ്യൽ കമ്മീഷണർ ഈ സംഭവം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയെ വിവരമറിയിക്കുകയും ഹൈക്കോടതി എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ കോടതിയെ അറിയിച്ചില്ല, അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല എന്ന് ചോദിക്കുകയും ചെയ്തു. ആ സമയത്ത് PS പ്രശാന്ത് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, കോടതിയുടെ നടപടികൾ കാരണം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത്, ഈ സ്വർണ്ണത്തിന്റെ ആ പാളിയിലുണ്ടാകുന്ന സ്വർണ്ണത്തിന്റെ കണക്ക് തൂക്കമടക്കം പറഞ്ഞ ശേഷം 9 ഗ്രാം സ്വർണം കൂടുതലായി ഇപ്പോൾ ആ പാളിയിലുണ്ട് എന്നായിരുന്നു അന്ന് PS പ്രശാന്ത് പറഞ്ഞത്. അതിനുശേഷമാണ് പിന്നീടുള്ള അന്വേഷണങ്ങളിലേക്ക് പോകുന്നത്. 2019 സ്വർണം പൂശിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോകുന്നു. SIT രൂപീകരിക്കുന്നു. ആ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള കൊള്ള നടത്തുന്നു എന്നുള്ള കണ്ടെത്തലുണ്ടാകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, മുൻ ഇപ്പോഴത്തെ തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവര്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള പത്മകുമാർ, അതുപോലെ തന്നെ N ബാസു അടക്കമുള്ള ആൾക്കാരെ പോലീസ് കസ്റ്റഡിയെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ റിമാൻഡ് 90 ദിവസത്തെ
ദിവസത്തോളം റിമാൻഡിൽ കഴിയുകയും ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ ഈ PS പ്രശാന്തിനെയും അതുപോലെ തന്നെ അജികുമാറിനെയും പിടികൂടാത്തത് എന്ത് എന്നുള്ള പ്രധാനമായിട്ടുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷമാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം ഉന്നയിച്ചത്. കാര്യം 2019 സമാനമായ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് ഇത്തരത്തിലുള്ള കാര്യം നടന്നതെന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഈ ദേവസ്വം ബോർഡ് ബെഞ്ചിനെ ഈ കാര്യം അറിയിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് 2019 ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നു കോടതി ചോദിച്ചതിനെ. അതുകൊണ്ട് തന്നെയാണ് കോടതിയെ അറിയിക്കാതെ ഈ സ്വർണ്ണപ്പാളി 2025 കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചതെന്നുള്ള ഒരു കാര്യം കൂടി SIT കണ്ടെത്തുകയുണ്ടായി. എന്തായാലും ആ സംഭവവുമായി ബന്ധപ്പെട്ട് 2025 കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് A അജികുമാർ, കായംകുളം സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് A അജികുമാർ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു. ആ യാത്രയുടെ ഇടയ്ക്ക് വെച്ച് SIT സംഘം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ രണ്ടാൾക്കാരുടെയും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായും ഇവിടേക്ക് ഈ അറസ്റ്റ് ഉണ്ടാവില്ല എങ്കിൽ ഇവിടേക്ക് ഈ രണ്ടുപേരെയും കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. ഈ രണ്ട് ആൾക്കാരെയും കൊല്ലം ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും കോടതിയായിരിക്കും ബാക്കി നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുക. തന്നെയായാലും റിമാൻഡിലേക്ക് പോകാൻ തന്നെയാണ് നമുക്ക് മുൻ അനുഭവങ്ങൾ വെച്ച് പറയാൻ സാധിക്കുക. 14 ദിവസത്തേക്ക് റിമാൻഡിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നമുക്ക് ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് SP S ശശിധരൻ അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ PS പ്രശാന്തിനെ SPയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യുകയായിരുന്നു. ഇനി ഈ രണ്ട് ആൾക്കാരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പാണ്, 2 മിനിറ്റുകൾക്ക് മുമ്പാണ് A അജികുമാറിനെ ഈ പോലീസ് ക്ലബിലേക്ക് എത്തിച്ചത്, കസ്റ്റഡിയിലെടുത്ത് പോലീസ് ക്ലബിലേക്ക് എത്തിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവായി നമുക്ക് നൽകുവാനും സാധിക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ ഈ രണ്ടുപേരും പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. അവരുടെ അറസ്റ്റ് അല്പസമയത്തിനുള്ളിൽ രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. കണ്ണൻ നായരാണ് വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. PS പ്രശാന്തിനെ കസ്റ്റഡിയെടുത്തു. അതിന് പിന്നാലെ PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗമായിരുന്ന അജികുമാറിനെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പ്രസിഡന്റിനെയും അംഗത്തെയുമാണ് ഇപ്പോൾ SIT സംഘം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇരുവരെയും കൊല്ലം പോലീസ് ക്ലബിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇരുവരുടെയും അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള കസ്റ്റഡിയാണ് എന്നത് വ്യക്തമാവുകയാണ്. രാവിലെ തിരുവനന്തപുരത്ത് നിന്നാണ് PS പ്രശാന്തിനെ SIT സംഘം കസ്റ്റഡിയിൽ എടുത്ത് കൊല്ലം പോലീസ് ക്ലബിലേക്ക് എത്തിച്ചത്. അറസ്റ്റിന് സാധ്യതയുണ്ട് എന്ന് അതിന് മുൻപ് തന്നെ PS പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അറസ്റ്റ് ഉറപ്പിച്ചിരുന്നു നേരത്തെ തന്നെ.